Hello. Today, my topic for presentation is assessment on the basis of return, which comes under section 143, subsection 1. അസസ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ സെക്കൻഡ് ടൈപ്പാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെൻറ്റ് മീൻസ് കാൽക്കുലേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ദ ഇൻകം ടാക്സ്. നമ്മൾ ഇൻകമോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് നമ്മൾ എത്ര ടാക്സ് പേ ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 1. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സമ്മറി അസസ്മെൻറ്റ്. Assessment on the basis of return is also known as summary assessment. When the assessee files his return, the assessing officer checks the details, and if any refund is available, it will be refunded, and if any payment is pending, it will be given a notice. അപ്പം അസസി അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അസസിങ് ഓഫീസർ അത് ചെക്ക് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പം എന്തെങ്കിലും എക്സ്ട്രാ എമൗണ്ട് അദ്ദേഹം ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താക്കും? റീഫണ്ട് ചെയ്ത് കൊടുക്കും അസസിക്ക്. ഇനി അതല്ല, ഏതെങ്കിലും പേയ്മെൻറ്റ് മിസ്സിങ് ആണെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പേയ്മെൻറ്റ് അതിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് പെൻഡിങ് ആണെങ്കിൽ അത് കാണിച്ചുകൊണ്ട് അസസിക്ക് ഒരു നോട്ടീസ് സെൻഡ് ചെയ്യും. Where return of income has been filed under section 139 or under section 142 subsection 1, such return shall be proceeded as follows. അപ്പോൾ റിട്ടേൺ ഓഫ് ഇൻകം രണ്ട് സെക്ഷൻസിലാണ് ഫയൽ ചെയ്യുക. റെഗുലർ റിട്ടേൺ ആണെങ്കിൽ സെക്ഷൻ 139 അല്ലെങ്കിൽ റിട്ടേൺ ഫയൽഡ് ഓൺ ദ ബേസിസ് ഓഫ് നോട്ടീസ് ആണെങ്കിൽ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 സച്ച് റിട്ടേൺ ഷാൽ ബി പ്രൊസീഡഡ് ആസ് ഫോളോസ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്താൽ ബാക്കിയുള്ള സ്റ്റെപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ആ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പം വി ഷുഡ് മേക്ക് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതാണ് എനി അരിത്തമെറ്റിക്കൽ എറേഴ്സ് ഇൻ റിട്ടേൺ ഓർ എനി ഇൻകറക്റ്റ് ക്ലെയിംസ്. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അരിത്തമെറ്റിക്കൽ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എനി ഇൻകറക്റ്റ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ അതും എന്താക്കണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു കമ്പ്യൂട്ട് ദ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ടാക്സും ഇൻട്രസ്റ്റും കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകമിൻ്റെ മുകളിൽ ആ ഇൻകമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര ടാക്സ് നമ്മൾ പേ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യണം അസസി എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യും. ഇനി തേർഡ് സ്റ്റെപ്പിൽ സം പേയബിൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എത്ര ടാക്സ് പേ ചെയ്യണം എന്നുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ടാക്സസ് ആൻഡ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ആക്കുന്ന TDS, അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, റിലീഫ്, ടാക്സ് റിബേറ്റ്, അങ്ങനെ ഓരോന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അത് ഒന്നെങ്കിൽ എന്തായിരിക്കും? സം പേയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? റീഫണ്ടബിൾ ആണ്. ഒന്നെങ്കിൽ അതിൽ കാണിക്കുന്ന ബാലൻസ് സം നമ്മൾ പെൻഡിങ് ആയി കിടക്കുന്ന പേയ്മെൻറ്റ്സ് ആയിരിക്കാം. ഇനി അതല്ല അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ തേർഡ് സ്റ്റെപ്പിലൂടെ നമുക്ക് എത്രയാണ് റീഫണ്ടബിൾ അല്ലെങ്കിൽ എത്രയാണ് ഇനി പേയ്മെൻറ്റ് പെൻഡിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്? ഇൻറ്റിമേഷൻ ഷാൽ ബി പ്രിപ്പയർഡ് ഓർ ജനറേറ്റഡ് ആൻഡ് സെൻഡ് ടു ദി SSE specifying the sum determined to be payable by or the amount of refund due. സം പേയബിൾ അല്ലെങ്കിൽ റീഫണ്ടബിൾ എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ SSEക്ക് ഇൻറ്റിമേഷൻ സെൻഡ് ചെയ്യാണ്. ഇൻറ്റിമേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാണ് SSEക്ക്. എന്തൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടാണ്? ഇപ്പം പേയ്മെൻ്റ് ആണ് പെൻഡിങ് എങ്കിൽ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്, ഇനി അതല്ല റീഫണ്ട് ആണ് ചെയ്യേണ്ടത്. ഇപ്പം അദ്ദേഹത്തിന് ശരിക്കുള്ള ടാക്സ് എന്ന് പറയുന്നത് 30,000 ആണ്, പക്ഷേ പുള്ളി ഓൾറെഡി 40,000 പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള 10,000 അത് റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ടാണ്, അത് SSEക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് ഇൻറ്റിമേഷൻ SSEക്ക് സെൻഡ് ചെയ്യും. An intimation under section 143(1) should not be sent after the expiry of 1 year from the end of the financial year in which return is made. ആ ഒരു ഇൻകം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ്
1 വർഷത്തിനുള്ളിലായിരിക്കണം ഇൻറ്റിമേഷൻ SSCക്ക് സെൻഡ് ചെയ്യേണ്ടത്. 1 വർഷം കഴിഞ്ഞിട്ട് അത് സെൻഡ് ചെയ്യാൻ പറ്റില്ല, അത് വാലിഡ് അല്ല. 1 വർഷത്തിനുള്ളിൽ വേണം. അതായത് അദ്ദേഹം ഏത് ഫൈനാൻഷ്യൽ ഇയറിലാണോ ആ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് 1 വർഷം, ആ വർഷത്തിനുള്ളിലായിരിക്കണം ഈ ഇൻറ്റിമേഷൻ സെൻഡ് ചെയ്യേണ്ടത്. സോ അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ടാക്സ്. അസസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അതിൽ സെക്കൻഡ് ടൈപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. SSCയുടെ റിട്ടേണിൻ്റെ ബേസിസിൽ അസസ്മെൻറ്റ് ചെയ്യുന്നതാണിത്. SSC റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അസസിങ് ഓഫീസർ അത് ചെക്ക് ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് പെൻഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കും SSCക്ക്. ഇനി പേയ്മെൻറ്റ് പെൻഡിങ് ആണെങ്കിൽ അതിന് വേണ്ടി ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യും. അതാണ് ഈ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.